അപ്പോൾ നമ്മൾ ആക്റ്റീവേൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഫുള്ള് പീസാക്കിയാണ്ട് പെയിൻ്റ് അടിക്കാൻ കൊടുക്കാനുള്ള പരിപാടിയിൽ ഫുള്ള് നമ്മൾ എല്ലാ ഭാഗവും അഴിച്ച് പിന്നെ വാഷ് ചെയ്ത് നേരെ പെയിൻറ്റിങ്ങിന് കയറ്റുന്ന വീഡിയോ ആണ്. ഇതിന് മുന്നേ നമ്മൾ എടുക്കാനുള്ള വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബുഷ് കാര്യങ്ങൾ, അതേമാതിരി ഫ്രണ്ടിലെ ടയർ, ഫ്രണ്ടിലെ ഡിസ്ക് ചെറിയ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഫുള്ള് നമ്മൾ മാറ്റി. അതേമാതിരി മെക്കാനിക്കൽ കാര്യങ്ങൾ, പിന്നെ ക്ലച്ചിന് അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ക്ലച്ച് വലിയ തീരെ കമ്മിയായിരുന്നു, നല്ല കമ്മി. അതേമാതിരി നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ ഭയങ്കര ജെർക്കിങ് ചെയ്യുന്ന വണ്ടി. അപ്പോൾ ക്ലച്ചിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 2012 വണ്ടി ആയതുകൊണ്ട് റിന്യൂവൽ ഇപ്പോഴല്ല, 2027 വരുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഇപ്പോൾ തന്നെ വണ്ടി ഉഷാറാക്കിയാണ്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ക്ലിയറായിട്ട് നോക്കി വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തീർത്ത് ഇനി പെയിൻറ്റിങ് കൂടി ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ വണ്ടി പക്കായിട്ട് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുട്ടികൾ തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഓരും സഹായിച്ചിട്ടുണ്ട്, ഒപ്പം നല്ലോണം നിന്നിട്ടുണ്ട്. 2012 വണ്ടീനെ അപേക്ഷിച്ചാണ്ട് വണ്ടി നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ട് കസ്റ്റമർ. എന്താ വെച്ചാൽ വണ്ടി വലിയ വർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് എൻജിൻ്റെ ഭാഗത്തായാലും അതേമാതിരി മേജർ വർക്ക് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. അതേമാതിരി ഈ ബോഡി ആണെങ്കിലും അവിടെ ചെറിയ വർക്ക് കാര്യങ്ങളുണ്ട് എന്നല്ലാതെ വല്ലാതെ പേച്ച് വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഇതിൻ്റെ തേർഡ് പാർട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഫൈനലി വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോയും കൂടെ ഇടും. ഇത് ഫസ്റ്റ് എടുത്തതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. റിന്യൂവലായാലും പിന്നെ റിന്യൂവൽ അല്ലാതെ നമുക്ക് വണ്ടി ഒന്ന് ഫുള്ള് റീസ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ പേജ് കേൾട്ടൺ ഹോം ഗാരേജ് ആണ്. വണ്ടി എവിടെയാണെങ്കിലും നമ്മളവിടെ വന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടും. അപ്പോൾ റണ്ണിങ് ആണെങ്കിലും റണ്ണിങ് അല്ലെങ്കിലും, അത് 2 വീലായാലും 4 വീലായാലും ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്താണ്ട് റിന്യൂവൽ എടുക്കാനുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ റിന്യൂവൽ എടുത്തിട്ട് നമ്മൾ എത്തിച്ചു തരും. അങ്ങനെ ഏതെങ്കിലും വണ്ടികൾ ആരുടെയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ അടിപൊളിയായിട്ട് വണ്ടി സെറ്റപ്പായിട്ട് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എത്തിച്ചു തരും. കംപ്ലീറ്റ് ഊരിക്കഴിഞ്ഞാലുള്ള വണ്ടിയുടെ അവസ്ഥയാണിത്. അത്യാവശ്യം നല്ല സ്പെയർ ഇതിന്മേൽ നമുക്ക് കാണാം. എന്താ വെച്ചാൽ വണ്ടിയിൽ ഇരിക്കുമ്പോൾ എത്ര ബോഡി പാർട്സ് ഉണ്ടെന്ന് നമുക്കറിയില്ല. വണ്ടി അഴിച്ച് കഴിഞ്ഞാൽ എത്രയും ബോഡി പാർട്സ് ഉണ്ടെന്ന് നമ്മൾ അറിയുള്ളൂ. ഒരു ആക്റ്റീവുള്ള ബോഡി പാർട്സാണത്. ഇനി ഇത് ഫുള്ള് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടിയിൽ ഇനി കയറ്റും. ചില ഭാഗത്ത് പിന്നെ തുരുമ്പ് വന്നുകൊണ്ട് ചെറിയ ബെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ വൃത്തിയായിട്ട് ഉഷാറായിട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.